السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യനായ സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവർകളുടെ സാന്നിധ്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ഉലമാക്കളുടെ നിയന്ത്രണത്തിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്രതിനിധികളും പൊതുജനങ്ങളും ഏറെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഹസ്ബി അല്ലാഹ് എന്ന ഈ സെഷനിൽ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടി ഗർഭത്തിൽ ഉള്ള സമയത്ത് ആ കുട്ടിയുടെ മാതാവോ പിതാവോ ഇസ്ലാമിലേക്ക് വന്നാൽ ആ കുട്ടി മുസ്ലിമായി പരിഗണിക്കപ്പെടുന്നു. ഇസ്ലാം അഭിമാനമാണ്, ഇസ്ലാം സുഗന്ധമാണ് എന്നർത്ഥം. ഇത്രയേറെ സുഗന്ധമുള്ള ഒരു ദർശനം ഉൾക്കൊള്ളാൻ അവസരം ലഭിച്ച നാം എല്ലാവരും അഭിമാനിക്കാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരാണ്. ആ അഭിമാനമാണ് നമ്മുടെ ഈ സംഘടനയുടെ ശക്തിയും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനവും. ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുക എന്നതല്ല അഭിമാനത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ 123-ാമത്തെ വാക്യത്തിൽ കാണാം, ലൈസ ബി അമാനിയിക്കും വല അമാനിയി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. വിശുദ്ധ ഖുർആനിലെ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന് നേതൃത്വം നൽകുന്ന കാലം അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ തിരുദൂതർ വരുന്നതിനു മുൻപ് മറ്റു ചില മതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ മതത്തിൻ്റെ ആളുകൾ പറഞ്ഞു, നബിയുനാ ഖബ്ല നബിയിക്കും കിതാബുനാ ഖബ്ല കിതാബിക്കും. അവർ പറഞ്ഞു, മദീനയിലെ മുസ്ലിമീങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥം തോറയും അതുപോലെ തോറ എന്ന് പറഞ്ഞാൽ തൗറാത്ത് പഴയ നിയമം, ബൈബിൾ എന്ന് പറഞ്ഞാൽ
പുതിയ നിയമം. ആ പുതിയ നിയമവും പഴയ നിയമവുമായി തൗറാത്തും ഇഞ്ചീലുമെല്ലാം ഇവിടെ ലഭിച്ചത് ഖുർആന്റെയും മുമ്പാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപ് തന്നെ ഈസാ നബിയും മൂസാ നബിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലെ വേദക്കാർ പറഞ്ഞു, ഞങ്ങളുടെ നബിമാരാണ് ആദ്യം വന്നത്, മുസ്ലിമീങ്ങളുടെ പ്രവാചകൻ അവസാനമാണ് വന്നത്, ഞങ്ങളുടെ വേദഗ്രന്ഥമാണ് ആദ്യം വന്നത്, ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം പിന്നെയാണ് വന്നത്. അതുകൊണ്ട് വനഹനു ഔലാ ബില്ലാഹി മിൻകും, ഞങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരും ബന്ധപ്പെട്ടവരും. ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസറ, ഒരിക്കലും തന്നെ ലൻ തമസ്സന നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, വളരെ കുറച്ചു കാലമേ ഞങ്ങൾക്ക് നരകത്തിൽ ശിക്ഷയുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പല മഹത്വങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിമീങ്ങൾ അതിന് മറുപടി പറഞ്ഞു. ഖാലൽ മുസ്ലിമൂൻ നബിയുനാ ഖാതമുൽ അംബിയാ, എല്ലാ നബിമാരുടെയും സമാപനമായി ലോകത്തിൻ്റെ അവസാന കാലം വരെ നിലനിൽക്കാൻ നിയോഗിക്കപ്പെട്ട വേദഗ്രന്ഥവും പ്രവാചകനുമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തർക്കത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. ഖുർആൻ അതിന് മറുപടി പറയുന്നത്, ആരാണ് ഏറ്റവും അഭിമാനിക്കേണ്ടത്, ആരാണ് അഭിമാനത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് വലുതാകേണ്ടത്, അവിടെയല്ല നമ്മുടെ ശ്രദ്ധ കടന്നു വരേണ്ടത്. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, പാപങ്ങൾ ചെയ്യാത്ത ഒരു ജീവിതം മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കണം. അവിടെയാണ് അഭിമാനത്തിന് വകയുള്ളത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. പാപങ്ങൾ ആരാണോ ചെയ്യുന്നത്, ആ പാപങ്ങൾ ഉടനെ പുറത്തു കിട്ടും എന്ന് വിചാരിച്ച് ഒരിക്കലും തന്നെ അവൻ കാത്തിരിക്കരുത്. അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി അവൻ്റെ ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പാപങ്ങളുടെ ഫലമായി ഈ ഭൂമിയിൽ തന്നെ ധാരാളം നാശങ്ങളും നഷ്ടങ്ങളും അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഭിമാനം എന്നത് വാക്കുകൊണ്ട് പറയാനുള്ളതല്ല. ഈ ഒരു വലിയ പാഠം ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്, നമുക്ക് വേണ്ടത് ഈമാനാണ്, ഉമ്നിയത്ത് അല്ല. അമാനി എന്ന് പറയുന്ന ആ വാക്കിൽ അലിഫും മീമും നൂനുമുണ്ട്. ഈമാൻ എന്ന വാക്കിലും അലിഫും മീമും നൂനുമുണ്ട്. ഒന്ന് ഈമാൻ, അത് അഭിമാനിക്കാനുള്ളതാണ്. ഉമ്നിയത്ത് എന്ന് പറയുന്നത് അഭിമാനിക്കാനുള്ളതല്ല, അത് തെറ്റായ വിചാരങ്ങളും അഹങ്കാരങ്ങളുമാണ്. ഇസ്ലാം അഭിമാനമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം നമ്മുടെ നാടുകളിൽ എല്ലാ ഓരോ യൂണിറ്റിലും മനുഷ്യരെ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും പാപങ്ങൾ ചെയ്യാത്തവരായി അഥവാ പാപങ്ങൾ ചെയ്താൽ ഉടനെ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ അനുയായികളെ വളർത്തിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടാവുക. രണ്ടാമതായി ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹു
വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. സൂറത്തുൽ അൻഫാൽ 64-ാമത്തെ വാക്യം. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ അഭിമാനം നമ്മെ രക്ഷിക്കുവാനും സഹായിക്കുവാനും ആരാധ്യൻ എന്ന നിലയിൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ. 99 വിശേഷണങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, രഹസ്യവും പരസ്യവും അറിയുകയും മനുഷ്യനെ വളർത്തിക്കൊണ്ടിരിക്കുകയും കാരുണ്യത്തിൻ്റെ കടലായി മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവ്. അവൻ സൽഗുണ സമ്പന്നനാണ്. എല്ലാ ഗുണങ്ങളുടെ വിശേഷണങ്ങളും ഉള്ള ആ ഒരു അള്ളാഹുവിനെയാണ് നാം ആരാധിക്കുന്നത്. ആ അള്ളാഹു ഒരിക്കലും മനുഷ്യനെ കൈവിടുകയില്ല. അർ റഹ്മാനാണ്, അർ റഹീമാണ്. ഈ ഒരൊറ്റ വാക്ക് നന്നായി നാം പഠിക്കുകയാണ് എങ്കിൽ പാപം ചെയ്യുന്ന മനുഷ്യൻ നിരാശപ്പെടേണ്ടി വരികയില്ല. അവന് പ്രതീക്ഷകൾ ഉണ്ട്. പാപം ചെയ്യാത്ത മനുഷ്യൻ അവൻ ഭൂമിയിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി രക്ഷയും സമാധാനവും ലഭിക്കുന്ന മറ്റൊരു ലോകം അവൻ്റെ മുൻപിൽ ഉണ്ട്. അത് രണ്ടും, ആ രണ്ട് വാതിലുകളും തുറന്നിട്ടിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ യാതൊന്നും ഭയപ്പെടാനില്ല. ഫാത്തിഹ സൂറത്തിൽ, നിസ്കാരത്തിൽ അർ റഹ്മാൻ അർ റഹീം ആ വാക്കുകൾ പറയുന്ന ഒരു മനുഷ്യൻ അവൻ മദ്യപാനിയാണ്, അവൻ തമ്മാടിയാണ്, അവൻ വ്യഭിചരിക്കുന്നവനാണ്, എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളിലും അവന് പങ്കുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യൻ നിസ്കരിക്കാൻ വന്നു. അവൻ പ്രാർത്ഥിക്കുകയാണ്, അർ റഹ്മാൻ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മുൻപിലാണ് ഞാൻ വന്നത്. ഇതുവരെ ഞാൻ വഴിപ്പെട്ടിട്ടില്ലെങ്കിലും ഒബീഡിയൻസ് എനിക്ക് കുറവാണെങ്കിലും മുന്നോട്ട് നന്നാകണമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് റഹ്മാനായ അള്ളാഹു എന്നെ രക്ഷിക്കും എന്ന വിചാരത്തോടു കൂടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു തആല മനുഷ്യനെ വിളിക്കുന്നത് നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. ആ സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ട്, നരകത്തിനാവട്ടെ 7 വാതിലുകളാണുള്ളത്. എപ്പോഴും പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും വഴിയിലേക്ക് മാടി വിളിക്കുന്ന ഒരല്ലാഹുവിൻ്റെ കൂടെയാണുള്ളത് എന്ന ആ ഒരു ധാരണ കൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അഭിമാനത്തോടു കൂടിയാണ് ഈ മതത്തിൽ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കുടുംബത്തിൽ അവൻ്റെ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, അതെല്ലാം അവനെ ഓരോ ദിവസവും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ മുൻപിൽ അവൻ കാണുന്നത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും സാലിഹായ അമലും ഉള്ള ആളുകൾ, സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി തഹ്തഹുമുൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ വഅദല്ലാഹി ഹഖ്ഖൻ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. സൂറത്തുൻ നിസായിലെ 122-ാമത്തെ വാക്യത്തിൽ അസർ നിസ്കാരം കഴിഞ്ഞ് മുസഹഫ് നിവർത്തിയപ്പോൾ ഈ ആയത്താണ് ആദ്യം കാണുന്നത്. ഈ ഒരു വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരാൾക്ക് ഈമാനുണ്ട് എങ്കിൽ ഈമാൻ എന്താണ്? ബഹുമാനിയായ സുൽത്താനുൽ ഉലമ ഈ മജ്‌ലിസിൽ നമ്മോട് പറഞ്ഞു,
പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. SOS ഉയർത്തിപ്പിടിക്കുന്നത് സേവനത്തിൻ്റെ വാതിലുകളിലൂടെ സജീവമായി കടന്നു വരണം എന്ന ആഹ്വാനം മാത്രമല്ല, അതുണ്ട്. അതോടൊപ്പം അടിസ്ഥാനപരമായി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കുന്ന വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഉലൈക ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിനെ വലിയായിട്ട്, രക്ഷകനായിട്ട്, സഹായിയായിട്ട് കാണുക തന്നെ വേണം. അവൻ ഇലാഹായതുകൊണ്ട് അവൻ നമ്മെ രക്ഷിക്കും. അതേ വചനത്തിൽ തന്നെ സൂറത്തുൽ മാഇദ അള്ളാഹു പറയുന്നു, വറസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിയായിട്ട് കാണണം, രക്ഷകനായിട്ട് കാണണം. ആ തിരുദൂതരിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. ആ തിരുദൂതർ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഇരുട്ടിൽ ആകുമായിരുന്നു. അൽ ഇൻസാനുൽ കാമിൽ. ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കി മക്കത്തുൽ മുക്കറമയിൽ ദീർഘകാലം മുദരിസായിരുന്ന മർകദു സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിട്ട SOSന്റെ 40ാം വാർഷികത്തിൽ ഈ കേരളത്തിൽ വന്ന് നമ്മെ സന്തോഷിപ്പിച്ച ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കിയുടെ അൽ ഇൻസാനുൽ കാമിൽ എന്ന കിതാബ് നോക്കൂ. ലോകത്ത് മനുഷ്യന് പുരോഗതി ലഭിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗത്തിലേക്ക് മുഴുവനും മനുഷ്യനെ നയിച്ചു കൊണ്ടെത്തിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ആ റസൂൽ സഹായിയാണ്, സംരക്ഷകനാണ്, മുൻജിൽ ഖലായിഖാണ്. ഖുർആനാണത് പറയുന്നത്. വമൻ യതവല്ലല്ലാഹ, അള്ളാഹുവിനെ വലിയായി, സംരക്ഷകനായി, റസൂലായിട്ട് കാണുന്ന ആളുകൾ. അള്ളാഹുവിനെ മാത്രം കണ്ടാൽ പോരാ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സഹായിയാണെന്നും സംരക്ഷകനാണെന്നും വിശ്വസിച്ചു കൊള്ളണം. ആ തിരുദൂതനാണ് ഇരുട്ടിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഏറ്റവും വലിയ രക്ഷ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആളുകളെ എത്തിച്ചു കൊണ്ടുവരലാണ്. ആ ദൗത്യമല്ലേ മദീനയിൽ, മക്കയിൽ തിരുദൂതർ ചെയ്തത്. എങ്കിൽ ആ നേതാവിനെ അംഗീകരിക്കണം, ആ നേതാവിനെ പരിപൂർണമായി വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടന ഈ കാലമത്രയും ഒരുപാട് എതിർപ്പുകൾ തരണം ചെയ്ത് നമ്മുടെ പ്രവർത്തകന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടത്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് വിജയമുണ്ട്. അതേ ആയത്തിൽ തന്നെ പറയുന്നു, അള്ളാഹുവിനെ സഹായിയായി കാണുമ്പോൾ അത് ഇലാഹാണ് എന്ന പരിഗണനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിയായി കാണുന്നത് റസൂൽ എന്ന നിലയിലാണ്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരും നമ്മെ സഹായിക്കുന്നവരാണ്, അവരും നമ്മെ രക്ഷിക്കുന്നവരാണ്. മദ്രസയിൽ നമ്മെ പഠിപ്പിച്ച ഉസ്താദ് നമ്മെ രക്ഷിച്ചു. നമ്മുടെ പള്ളിയിലെ മുദരിസും ഖാദിയും നമ്മെ രക്ഷിച്ചു. നമ്മുടെ സംഘടനയുടെ നേതാക്കൾ നമ്മെ രക്ഷിച്ചു. അവരെ പറ്റി രക്ഷകരെന്നും സഹായികളെന്നും മഹാന്മാരായ ആളുകളെ പറ്റി പറയുന്നുവെങ്കിൽ അത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ കൂട്ടി പറയുമ്പോൾ അതിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്നത് വന്നു പോവുകയില്ലേ? ഇല്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരു വാക്യത്തിൽ പറയുന്നത് കാണാം, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. ഓ നബിയെ, താങ്കൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞു നിർത്താതെ വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളും നിങ്ങൾക്ക് മതി, അള്ളാഹു നിങ്ങൾക്ക് മതി. അള്ളാഹുവിനോടൊപ്പം മഹാന്മാരായ ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അൽ മുഹാജിറൂന വൽ അൻസാർ. ഈ വചനം അവതരിച്ചത് ബദർ എന്ന് പറയുന്ന ആ സമരക്കളത്തിലേക്ക് പോകുന്ന സമയത്താണ്. നബിയെ, ബേജാറാവരുത്, നിങ്ങളുടെ റബ്ബുണ്ട്,
ആ റബ്ബ് നിങ്ങളെ രക്ഷിക്കും, ആ റബ്ബ് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കൂടെ മുഹാജിറുകൾ ഉണ്ട്, അൻസാറുകൾ ഉണ്ട്, അഥവാ ബദരീങ്ങൾ ഉണ്ട്. ആ ബദരീങ്ങൾ നിങ്ങളെ സഹായിക്കും. അള്ളാഹുവും ബദരീങ്ങളും സഹായിക്കുമെന്ന് സാധാരണക്കാരായ ആളുകൾ അവർ പറയാറുണ്ട്. അത് തെറ്റല്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി സൂറത്തുൽ അൻഫാലിലെ 64-ാമത്തെ വാക്യം, ഈ ആയത്തിന്റെ വിശദീകരണം ഖുർത്തുബിയിൽ നോക്കിയാൽ കാണാം. അൽ മുഹാജിറൂന വൽ അൻസാർ, ബദറിൽ പങ്കെടുത്ത മഹാന്മാർ, അവരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായം ലഭിച്ചു. ഹസ്ബി അല്ലാഹു എന്ന് പറയുന്ന ആ ഒരു വാക്ക് വല്ലാത്ത സന്തോഷമുള്ള വാക്കാണ്. ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയം ആ റബ്ബിന്റെ സഹായമാണ്. പക്ഷേ ആ റബ്ബ് സഹായിക്കുന്നത് ചിലപ്പോൾ മലായിക്കത്തിനെ കൊണ്ടായിരിക്കും. മദീനത്തെ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്തു. നബിയുടെ മദ്ഹ് പറഞ്ഞു. ആ മദ്ഹ് പറഞ്ഞ സമയത്ത് തിരുദൂതരുടെ മദ്ഹ് പള്ളിയിലാണോ അല്ല പള്ളിയുടെ പുറത്താണോ നല്ലത്? പള്ളിയിൽ തന്നെ നടക്കട്ടെ. ആ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തിരുദൂതരുടെ മദ്ഹ് പറഞ്ഞപ്പോൾ അവിടെ ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. ഖുതുബയുടെ മിമ്പർ അല്ല, മറ്റൊരു മിമ്പർ. ആ മിമ്പറിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കയറി. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആ മിമ്പറിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യുകയാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ജിബ്രീൽ ഇന്നല്ലാഹ യുഅയ്യിദുക ബിജിബ്രീൽ ബിറൂഹിൽ ഖുദുസ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കൊണ്ട് അല്ലാഹു താങ്കളെ സഹായിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും മുഅ്മിനീങ്ങൾക്ക് ലഭിക്കും, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായവും ലഭിക്കും. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹുഹു ബുക്റതൻ വഅസീലാ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. സൂറത്തുൽ അഹ്സാബിൽ കുറേ ആയത്തുകളിൽ മുത്തുനബിയുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ നിങ്ങൾ പറയണം, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഓർക്കുകയും പറയുകയും കൂടി ചെയ്താൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിന് ഇരട്ടി പ്രതിഫലങ്ങളാണ്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം എന്താണ്? ഹുവല്ലദീ യുസല്ലി അലൈക്കും, നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബ് നിങ്ങളെ അനുഗ്രഹിക്കും. വമലായികതുഹു, അല്ലാഹുവിന്റെ മലക്കുകളും നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ അല്ലാഹുവിന്റെ സഹായം മാത്രമല്ല, മലക്കുകളുടെ സഹായവും മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നു. പരിശുദ്ധ ഖുർആനല്ലേ ഇത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ അവരെപ്പോഴും അവലംബിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അധികാരമല്ല, വേറെ എന്തെങ്കിലുമല്ല. നമ്മുടെ നിയ്യത്ത് അത് മാത്രമാണ്. ആ ഒരൊറ്റ വിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ സഹായം വിചാരിക്കാത്ത രൂപത്തിൽ ലഭിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, അല്ലാതെ അതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. ആളുകളുടെ എണ്ണം കൊണ്ടല്ല മനുഷ്യന്റെ വിജയം, മറിച്ച് ഇഖ്ലാസോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് ലഭിക്കുന്ന അംഗീകാരമാണ് വിജയത്തിന്റെ മാനദണ്ഡം. നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവറുകൾ, ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഹംസ ഉസ്താദ്, ഇന്നും നമ്മോടൊപ്പം ഈ സ്റ്റേജിൽ വന്ന് നമ്മെ അനുഗ്രഹിച്ച സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, അവരൊക്കെയും ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ ഏതു സാഹചര്യത്തിലും
ആ ഒരു നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, എല്ലാ നാടുകളിലും നമ്മൾ ആദർശത്തെ പ്രചരിപ്പിക്കുവാൻ നാം മുന്നോട്ട് വരുമ്പോൾ റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ആ റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും. മനുഷ്യന് രോഗങ്ങളും പ്രയാസങ്ങളും വരും. അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷയല്ല, മറിച്ച് പരീക്ഷണങ്ങളായിട്ട് നമ്മളത് കാണണം. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ പരീക്ഷിച്ചാൽ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലാ തുസാഹിബു മഅല്ലാഹി ഇല്ലാ ബിൽ മുവാഫഖ. നീ എപ്പോഴും അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിനെ പറ്റി നിന്റെ ധാരണ, അള്ളാഹു എനിക്ക് തരുന്നതെല്ലാം എൻ്റെ ഖൈറിന് വേണ്ടിയാണ്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ബിസിനസ്സുകൾ ഒരിക്കൽ പൊട്ടുന്നത് അള്ളാഹുവിനെ നമ്മോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. ഈമാൻ നിനക്കുണ്ടോ, സാലിഹായ അമലുണ്ടോ, നിന്റെ കച്ചവടം പൊട്ടിപ്പോകുന്നത് നിനക്ക് പിന്നീട് ഗുണം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വാഹനാപകടത്തിൽ നിനക്ക് പരിക്ക് പറ്റി നീ ആശുപത്രിയിലെത്തുന്നത് ഈമാന് സാലിഹായ അമലുള്ള ആളാണോ എങ്കിൽ നിനക്ക് ആ പ്രയാസം ഉണ്ടാകുന്നത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല, മറിച്ച് നിനക്ക് ഏതോ ഒരു ഗുണം അള്ളാഹു തരാനാണ്. വമാ അസാബകും മിൻ മുസീബത്തിൻ വമാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സൂറത്തു തഗാബുൻ 11-ാം വാക്യം. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദ. സൂറത്തു നിസാ 79-ാം വാക്യം. നിനക്ക് ഏതെങ്കിലും ഒരു നന്മ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത നന്മയുടെ പേരിൽ അള്ളാഹു നിനക്ക് തരുന്ന അംഗീകാരങ്ങളാണ്. നിനക്ക് ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്നത് ഉണ്ട് എങ്കിൽ അത് നീ ചെയ്ത ഏതോ തെറ്റിന്റെ കാരണം കൊണ്ട് നിന്നെ അള്ളാഹു ഇവിടെ തന്നെ ശിക്ഷിക്കുകയാണ്. പരലോകത്തേക്ക് പിന്നെ ആ ശിക്ഷ ഉണ്ടാവില്ല. നീ പാഠം പഠിക്കാൻ വേണ്ടി നിനക്കൊരു ശിക്ഷ തരികയാണ്. ഇങ്ങനെ നാം വിചാരിക്കുമ്പോൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഇസ്ലാം ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പരാജയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. അവൻ്റെ ആ പരാജയം ഉണ്ടെന്ന് തോന്നുന്ന ആ ഘട്ടത്തിൽ അവൻ ക്ഷമിക്കുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് മഹദറത്തുൽ ബദരിയയിൽ പങ്കെടുത്ത് എവിടെ സാലിഹ്യങ്ങളുണ്ടോ അവിടെ പോയി ദുആ ചെയ്യിപ്പിച്ച് നീങ്ങുന്നുവെങ്കിൽ നീ പിന്നീട് അവസാനം നീ വലിയ വിജയത്തിലേക്കെത്തും. നേരത്തെ പറഞ്ഞല്ലോ, ഗർഭസ്ഥ ശിശു, ആ ഗർഭസ്ഥ ശിശുവിൻ്റെ പിതാവോ മാതാവോ ഇസ്ലാമിൽ വന്നാൽ ആ കുട്ടിയെ മുസ്ലിമായിട്ട് പരിഗണിക്കും. എത്ര വലിയൊരു സുഗന്ധമാണ്, ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് മാതാവോ പിതാവോ മുസ്ലിമായാൽ ആ കുട്ടിയെ മുസ്ലിമായിട്ട് പരിഗണിക്കും. അങ്ങനെയാണ് അശ്അരിയ ത്വരീഖത്ത്, അശ്അരിയ വീക്ഷണമാണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് അത്രയും വലിയ സൗരഭ്യമുള്ളൊരു മതമാണ്. ഈ മതം ഒരിക്കലും തന്നെ മനുഷ്യനിൽ നിന്ന് അകന്നു പോവുകയില്ല, അടുത്തേക്ക് വരികയാണ്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരാനുള്ള കാരണം ഈ ഒരു സൗരഭ്യമാണ്, ഈ ഒരു സൗന്ദര്യമാണ്. ഒരിക്കലും ഒരാളെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരികയല്ല, നിർബന്ധിക്കുകയല്ല. ഈ മതത്തിൻ്റെ സൗന്ദര്യം അതാണ്. കമല സുറയ്യ ഇസ്ലാമിലേക്ക് വരാൻ ഇടയായ കാരണം എന്താണ്? കമല സുറയ്യയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സാഹിത്യരംഗത്ത് വലിയ മുതൽക്കൂട്ട് ഇന്നലെ മരണപ്പെട്ട MT ആണ് എന്ന് ഇന്ന് പത്രങ്ങളിൽ നാം വായിച്ചു. എന്ന് പറഞ്ഞാൽ സാഹിത്യ മേഖലയിൽ സജീവമായി ഉണ്ടായിരുന്ന ദുഃഖിതരുടെ ദുഃഖം മാറ്റുന്നതിന് വേണ്ടി തൂലിക ജലിപ്പിക്കുകയും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇടവരികയും ചെയ്ത ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ മുതലുകൾ തന്നെയാണ്. ആ ഗണത്തിൽപ്പെട്ടൊരു വലിയ സാഹിത്യകാരി ഇസ്ലാമിന് വരാനുള്ള കാരണം എന്താണ്? അവരുടെ ഒരു പുസ്തകം യാ അല്ലാഹ് ഹസ്ബി അല്ലാഹ് പോലെ യാ അല്ലാഹ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ വാക്കുകളിൽ അതൊന്നും വരേണ്ടതില്ല. നമ്മളത് അഭിമാനിക്കുക,
ആ അഭിമാനം നാം തമ്മിൽ പങ്കുവെക്കുക. മറ്റൊരു വിഭാഗത്തിന് വേദനയുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനവും നമ്മളെ പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ നിന്നുണ്ടാവരുത്. അതെല്ലാം അള്ളാഹു അറിയും. ഇസ്ലാമിന് ലോകത്ത് വളർച്ച ലഭിക്കും. അൽ ഇസ്ലാമു യഅലു വലാ യുഅലാ. ഇസ്ലാം വളരും. ഇസ്ലാം ഒരിക്കലും പിന്നോട്ടായി പോവുകയില്ല. പക്ഷേ മുസ്ലിംകൾ അവർ പിന്നോട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ക്വാളിറ്റി കുറഞ്ഞു വരുമ്പോൾ റബ്ബ് നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹു നമ്മളെ പ്രവർത്തകന്മാർക്ക്, നമ്മുടെ നേതാക്കൾക്ക്, ഈ സമ്മേളന നഗരി ഒരുക്കിയ പ്രവർത്തകർക്ക്, അതുപോലെ ഇതിന് ആതിഥ്യം നൽകുന്ന തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകർക്ക്, ഗൾഫിലുള്ള സഹോദരന്മാർക്ക്, നമ്മുടെ വീടുകളിൽ നമുക്കെല്ലാ രക്ഷയും തരുന്ന നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവർക്കും ആ റബ്ബിൻ്റെ സഹായം എല്ലാ അർത്ഥത്തിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയുള്ള സഹായങ്ങൾ, ഒരു സലാം ആ മുത്ത് നബിക്ക് പറഞ്ഞാൽ അവിടുന്ന് മദീന മുനവ്വറയിലെ റൗള ശരീഫിൽ നിന്ന് സലാം മടക്കും. ആരെങ്കിലും ഒരു സലാം ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മദീനയിലെ റൗളയിൽ സലാം കേൾക്കും. മാത്രവുമല്ല, മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വയറുദ്ദുല്ലാഹു അലൈഹി റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം മടക്കും. അങ്ങനെ അവിടുത്തെ സഹായം, അവിടത്തെ കൊണ്ട് ഒരുപാട് സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സഹായമാണ് നമ്മുടെ ജീവൻ. മഹാന്മാരുടെ സഹായമാണ് നമ്മുടെ ജീവൻ. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദുആ വസിയ്യത്തോടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.